ദേവസ്വം ഭൂമിയായ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമി പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ സംഭവത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച് ബി.ജെ.പി. പ്രതിഷേധ സംഗമം ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘർഷമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി തിരുവോണ ദിവസം തന്നെ പരിപാടിക്കായി തെരഞ്ഞെടുത്തതെന്ന് വിനോദ് കുമാർ ആരോപിച്ചു. അതേസമയം മാടായിപ്പാറയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ സന്ദർശനം നടത്തി. മാടായിപ്പാറയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അതിക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിഷേധ സംഗമം നടത്തിയത്. കേരള ഹൈക്കോടതിയുടെ പാരിസ്ഥിതിക സംരക്ഷണം സംബന്ധിച്ച ഉത്തരവുള്ള ഇടമാണ് മാടായിപ്പാറ. ആ സ്ഥലത്താണ് സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർ കടന്നെത്തിയത്. ഇവർക്കെതിരെ ശക്തമായ നടപടി വേണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം കാണേണ്ടി വരുമെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പറഞ്ഞു. പാലസ്തീന് അനുകൂലമായി നിങ്ങൾക്ക് മുദ്രാവാക്യം ഉയർത്താൻ പഠിക്കുക. പഴയങ്ങാടി ടൗൺ ഉണ്ടല്ലോ, വിളിച്ചവരുടെ വീടും പറമ്പുണ്ടല്ലോ, വിളിച്ചു കൊടുത്തവരുടെ വീടും പറമ്പുണ്ടല്ലോ. എന്തേ വിളിച്ചു കൊടുത്തവരുടെ വീടും പറമ്പിലും അത്ര മുദ്രാവാക്യം ഉയർത്താതെ എല്ലാവരും പരിപാവനമായി കാണുന്ന ഈ മാടായിപ്പാറയിൽ വന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ പിന്നിൽ ഓണം കലക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശം ഈ തീവ്രവാദികളുടെ മനസ്സിലുണ്ട്. പൈതൃകവും പാരമ്പര്യവും പേറുന്ന ക്ഷേത്രങ്ങൾക്കെതിരെ നടക്കുന്ന സംഘടിതമായ നീക്കങ്ങളുടെ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രവർത്തനമെന്ന് മാടായിപ്പാറ സന്ദർശിച്ച ശേഷം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി.വി. ശ്യാം മോഹൻ വ്യക്തമാക്കി. അപ്പോൾ സ്വാഭാവികമായും ഓണാഘോഷം നടക്കുന്ന വേളയിൽ ഇത്തരം പ്രധാനപ്പെട്ട വളരെ പൈതൃകവും ഈ ആരാധനാധിഷ്ഠിതമായ പ്രദേശം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. കളരിവാതുക്കൽ ക്ഷേത്രം, ആ ക്ഷേത്രത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു പദയാത്രയുടെ സ്വീകരണ വേദിയായി ഈ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതവും വളരെ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള നിലക്ക് നിർബന്ധമായും ഈ ഒരു നീക്കത്തിനെതിരെ അന്വേഷണം ഉണ്ടാവണം, ഗൂഢാലോചന അന്വേഷിക്കണം. ദേവസ്വം ഭൂമിയിൽ കടന്നുകയറിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘപരിവാർ തീരുമാനം. ജനം, കണ്ണൂർ.